രാവിലത്തെ ഒരു വാർത്ത കാട്ടുതീ പോലെ ദേശം മുഴുവനും മുഴങ്ങി കേൾക്കാനിടയായി. ആ വാർത്ത മറ്റൊന്നുമല്ല, ഒരു രാജാവ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. 30 ദിവസത്തേക്ക് ആ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ ആരാധനാക്രമം മുഴുവനും മാറ്റി. അവനവന്റെ ദൈവത്തെ വിളിക്കാനുള്ള അനുവാദം നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ട്. എന്നാൽ ഇതാ ഞാൻ ഈ പറഞ്ഞ രാജാവ്, അദ്ദേഹം ഒരു ഭരണാധികാരി മാത്രമല്ല, നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ പല ആളുകൾ വശീകരിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതനാക്കി എന്ന് പറയുന്നതാണ് നല്ലത്. 30 ദിവസത്തേക്ക് അതൊരു ഓർഡിനൻസ് ആക്കി വിളംബരം ചെയ്യണമെന്ന് അതുമായി ബന്ധപ്പെട്ടവർ രാജാവിനെ ഉത്സാഹിപ്പിച്ച് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ രാജ്യത്ത് ജീവിച്ചിരുന്ന അനുഗ്രഹീതനായ ദൈവഭക്തനായ വിശുദ്ധനായ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ട് എന്ന് മറ്റ് രാജാക്കന്മാരൊക്കെ അവകാശപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. 2 ഓർഡിനൻസ് ആണ് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ രാജാവ് പുറത്തിറക്കേണ്ടി വന്നത്. കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ കളിച്ചു. രാജാവിനെ കൊണ്ട് നിർബന്ധിച്ച്, രാജാവിന് മഹത്വം ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് രാജാവും പറ്റിയതായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പോയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഒരു ഓർഡിനൻസ് തയ്യാറാക്കി പുറപ്പെടുവിച്ചു. ആ സമയത്ത് ദാനിയേൽ ചെയ്തത് എന്താണെന്ന് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓർഡിനൻസ് എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പൊ ദാനിയേലിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് ഗ്രൂപ്പ് ആളുകളാണ് ഈ പണിയെടുത്തത്. ഓരോ ദിവസവും അവർ ദാനിയേലിനെ വാച്ച് ചെയ്തു. അവൻ ഭക്തനാണ്, നീതിമാനാണ്, ഒരു കുറ്റവും ദാനിയേലിന്റെ മേൽ ഇല്ല. പക്ഷെ ദാനിയേലിനെ പിടിക്കാൻ ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ആരാധന വിഷയത്തിൽ തന്നെ കയറി പിടിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരു കൈകടത്തൽ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും പ്രതികരിക്കാൻ പോകരുത്. നീ ചെയ്യേണ്ട ഒരു കാര്യം, സാധാരണ ചെയ്തു വരുന്ന കാര്യം എന്താണോ അവന്റെ കാര്യം ചെയ്യാറുണ്ടോ? ദാനിയേൽ ചെയ്യുന്നത് 3 നേരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്തു. ദാനിയേലിന് പേടിയൊന്നുമില്ല. ദാനിയേൽ എന്തിനാ പേടിക്കുന്നത്? ഇതിനേക്കാളും വലിയ കേസ് കിട്ട് ദാനിയേൽ കണ്ടിട്ടിരിക്കുക. പിന്നെ അവൻ ദാനിയേലിനെ സംബന്ധിച്ച് ഇതൊന്നും ഭയമുള്ള കാര്യമല്ല. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഈ രാജ്യത്ത്, നമ്മുടെ ഈ രാജ്യത്ത്, നമ്മൾ പാർക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഏത് ഏടാകൂടം കയറി വന്നാലും നമ്മളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതൊന്നും ആരാധിക്കുന്നവനൊരു വിഷയമേ അല്ല. കാരണം അവൻ 3 നേരം മുട്ടുകുത്തിയാൽ തീരുന്ന കാര്യമുള്ളൂ. മാസക്കണക്കിന് വർഷക്കണക്കിന് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, നടപ്പിലാക്കാൻ പോകുന്ന, രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഗൗരവം എത്ര ഭയങ്കരമാണെന്ന് അത് നടപ്പിലാക്കുന്നവർക്കറിയാം. അതിനുള്ള ചർച്ചകൾ നടത്തി, അതിനുള്ള പല കൂടിച്ചേരലുകൾ നടത്തി, മീറ്റിങ്ങുകൾ നടത്തി, പല ക്യാബിനറ്റ് പരിപാടികൾ നടത്തി, ഒക്കെ തയ്യാറാക്കിക്കൊണ്ടുവരുന്ന ഇത്തരം മല പോലെ വലിയൊരു പ്രശ്നം പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലെ വെറും കീശുക. 3 നേരം പ്രാർത്ഥിക്കുന്നവനതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. 2 നേരം പ്രാർത്ഥിക്കുന്നവനത് അല്പം വിഷയമാകും.
ഒരു നേരം പ്രാർത്ഥിക്കുന്നവൻ ഇത് വിഷയമേ ആണ്. പ്രാർത്ഥനയില്ലാത്തവൻ ഇത് കേൾക്കുമ്പോഴേ വിരളി പിടിക്കും, പേടിയാ. സ്വാതന്ത്ര്യം നോക്കൂ, 2 ഓർഡിനൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കണമെന്ന് രാജാവിന്. അവസാനത്തിലേക്ക് വരുമ്പോൾ ദാനിയേലിനെ കൊണ്ടിട്ട് സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ടിട്ടു. സിംഹത്തിന്റെ കൂട്ടിൽ, ആ സിംഹത്തിന്റെ കൂട്ടിലാണ് ദാനിയേലിനെ വിധി നടപ്പാക്കിയത്. വിധി നടപ്പായി. ദാനിയേലിനെ പിടിച്ച് സിംഹക്കൂട്ടിലേക്ക് ഇട്ടു. അവിടെ ചെന്ന് ദാനിയേൽ സിംഹങ്ങളുമായിട്ട് കുറച്ച് സല്ലാപം നടത്തുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത്, ഈ സിംഹങ്ങൾ ഇത്ര നല്ലൊരു എരേനെ കിട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോലും ഇല്ലേ അടുത്തോട്ട് വന്നില്ല. ഇനി വന്നാലും കൂടെ ദാനിയേലിന്റെ അടുക്കൽ വന്ന് ദാനിയേൽ വിളിക്കുന്ന ദൈവത്തെ ആ സിംഹങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സന്ധിക്കാൻ ഈ ദാനിയേൽ വഴിയിടയായി. സ്തോത്രം. കുറെ കഴിഞ്ഞു, സമയങ്ങൾ കടന്നു പോവുകയാണ്. രാജാവ് സിംഹത്തിന്റെ കൂട്ടിലേക്ക് വന്നു. ദാനിയേലിന്റെ വല്ല അസ്ഥി വല്ലതും കിട്ടുമോന്നറിയാനായിരിക്കാം. ഇട്ടവരോട് പറഞ്ഞു കാണുന്ന, നമുക്ക് ദാനിയേലിന് എന്ത് പറ്റി നോക്കാം, അസ്ഥികൂടം വല്ലതും കാണുമോ? പലരും പല കമന്റും പറഞ്ഞിട്ടുണ്ടാവും. തലയോട്ടി ചിലപ്പം കാണുമായിരിക്കും. തലയോട്ടിയെ ചില ആൾക്കാർ പറഞ്ഞ് കാല് മിക്കവാറും എല്ല് കാണുമായിരിക്കും, എല്ലും കൂടെ കാണുമായിരിക്കും. സിംഹം കിട്ടുന്ന എല്ലാം അകത്താക്കുന്ന ആളാ കേട്ടോ. 20-ാം വാക്യത്തിൽ 6:20 ദാനിയേൽ പ്രവചനം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്നൊരു ചോദ്യം. ദുഃഖത്തോടെ കേട്ടോ, സന്തോഷത്തോടെയല്ല, കളിയാക്കിക്കൊണ്ടുമല്ല. ഉടനെ അവിടെ വന്നവരൊക്കെ ചിരിച്ചു കാണും. കാരണം ഇത്രയും മണ്ടനായ ഒരു രാജാവാണല്ലോ. കാരണം സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഒരു കിട്ടാൻ കിട്ടുമോ, പൊടി പോലും കാണിക്കാൻ. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ടാകുന്ന ശബ്ദം സിംഹമല്ല സംസാരിക്കുന്നത്, ദാനിയേൽ തന്നെ. ദാനിയേൽ പറയാ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ വായടച്ചു കളഞ്ഞു. സ്തോത്രം. ശരീരമുണ്ട്, തലയുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, വാലുണ്ട്, പക്ഷെ തുറക്കാൻ പറ്റാത്ത വായുള്ള ഒരു സിംഹം. ഒന്നല്ല, ഒന്നിലധികം. അതിന്റെ നടുവിൽ നിൽക്കുന്ന ദാനിയേൽ. രാജാവിന് അരിശവും ദേഷ്യവും എല്ലാം കൂടെ വന്ന് കാണൂല്ലേ, കരിയും കൂടെ കയറി കാണും. കാരണം ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ എടുത്ത് കുഴിയിലിട്ടല്ലോ. രാജാവ് ഉടനെ തന്നെ അടുത്ത ഓർഡിനൻസ് ഇവന്മാരെ ഈ ഇടാൻ നിന്ന ആളുകളെ, ഇട്ട ആളുകളെ മാത്രമല്ല, നിങ്ങൾക്കറിയാവോ, ഇടാൻ നിന്ന സകല എണ്ണത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് വിപരീതമായി ആരെല്ലാം പണിയെടുക്കുന്നുണ്ടോ അവനെ മുഴുവനെ സ്തോത്രം തീർത്ത് കളയുന്നൊരു ദൈവമാണ് ഞാൻ നീ സേവിക്കുന്ന ദൈവം. 24-ാം വാക്യം. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും എല്ലാത്തിനെയും കുടുംബം അടക്കം തീർത്തു ദൈവം. എന്നിട്ടോ അടുത്ത വാക്യത്തിൽ അടുത്ത ഓർഡിനൻസ് 25-ാം വാക്യം. പ്രിയരെ, 8-ാമത്തെ വാക്യത്തിൽ 7-ാം വാക്യം മുതൽ ഒരു പുതിയ ഓർഡിനൻസ് അവിടെ ഇട്ടു. അത് ദാനിയേലിനെ അപായപ്പെടുത്താൻ വേണ്ടി കുറച്ച് ആളുകളുടെ വക്രബുദ്ധിയിൽ ആരംഭിച്ച ഒരു ഉപായത്തിലുണ്ടാക്കിയ ഒരു ഓർഡിനൻസ് ആയിരുന്നു. എന്നാൽ അടുത്ത ഓർഡിനൻസ് ഉപായത്താലുള്ളതല്ല, ഒറിജിനൽ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ രാജാവ്. അടുത്ത ഓർഡിനൻസ് വാക്യം 25. അന്ന് ദാരിയാവേശ് രാജാവ് സാർവഭൂമിയിൽ വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്തെന്നാൽ, കണ്ടോ അവിടെ തുടങ്ങാം, ഒരു ഓർഡിനൻസ് എഴുതി. എന്താ ഓർഡിനൻസ്? എന്റെ രാജാധിപത്യത്തിന്റെ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ അടുത്ത ഓർഡിനൻസ് ഇട്ടു. എന്റെ പ്രിയരെ, ആ മനുഷ്യന്റെ, ആ രാജാവിന്റെ കാലത്ത് ദാനിയേൽ ശുഭമായിരുന്നു. എന്നെയും നിങ്ങളെയും തകർക്കാൻ ശത്രു പദ്ധതിയിടുമ്പോൾ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി നമ്മെ സംരക്ഷിക്കുന്നവനാണ്. അവിടെ നിങ്ങൾ ഭാരപ്പെടേണ്ട.
നിങ്ങളൊരു പക്ഷേ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ വന്ന് നിൽക്കുകയായിരിക്കാം. ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ദാനിയേലിന്റെ ദൈവം മരിച്ചിട്ടില്ല. ദാനിയേലിന്റെ ദൈവം ഇന്നും ജീവനോടെ ഉണ്ട്. ദാനിയേലിന്റെ ദൈവം ഇന്നും പ്രവർത്തന ശക്തമായി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, സിംഹത്തിന്റെ കുഴിക്കകത്തിറങ്ങിയ ദൈവം, നിങ്ങൾ നിൽക്കുന്ന പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കാൻ ആ ദൈവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശുഭത്തോടെ വസിക്കാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ പുത്രനിശ്ചിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേൾപ്പാനിടയായി. അങ്ങ് സർവശക്തനാണ്. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. സകല പോരുകളെ ശാസിക്കുന്നു. ഈ കുടുംബത്തെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരണം. പ്രാർത്ഥന നടന്നി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ദാനിയേലിന്റെ അടുത്ത് വാ പൂട്ടി നിന്ന സിംഹം അടുത്ത ആൾക്കാർ കുടുംബമായിട്ട് അങ്ങ് ചെന്നപ്പോഴേ ഉള്ള വായെല്ലാം തുറന്നിട്ടുണ്ടാവും അല്ലേ? ആടിച്ച് തകർത്ത് കളഞ്ഞതിനെ ഒന്നിന്റെ എല്ലും പൊടിയും പോലും കിട്ടി കാണിയില്ല. ഈ ദൈവം ജീവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.